ഞാൻ ഇവിടെ നിൽക്കുന്ന സ്ഥലവും ഇവിടുത്തെ കാലാവസ്ഥയും അതുകൊണ്ടാണ് ആദ്യം ക്ഷമാപണം എന്ന് പറയുന്നത്. കശ്മീരിൽ ശ്രീനഗറിൽ ദൽ തടാകത്തിന് നടുവിൽ നെഹ്റു പാർക്കിൽ നിന്നാണ് ഇന്ന് പ്രഭാത കേരളം ന്യൂസ് 18 കേരളം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. ചൂടിനെ കുറിച്ചാണ് പറയാനുള്ളത്. കൊടും ചൂടാണ്. അത് വലിയ താപനിലയിലേക്കും അതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളിലേക്കും കടക്കുകയാണോ? എന്താണ് അവിടെ നിന്നുള്ള വാർത്തകൾ? ഗുഡ് മോർണിംഗ് പ്രദീപ്. എന്തായാലും ചെറിയൊരു അസൂയയോടെ പറഞ്ഞു തുടങ്ങട്ടെ. തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളത്തിൽ കാലാവസ്ഥ അതികഠിനമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസവും സംസ്ഥാനത്ത് കണ്ണൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയത് കണ്ണൂർ ചെമ്പേരിയിലാണ്. 40.5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അവിടുത്തെ ചൂട്. കൂടാതെ കാസർഗോഡ് ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ കോട്ടയത്ത് 36.5 ഡിഗ്രി സെൽഷ്യസും കോഴിക്കോട് വെള്ളാനിക്കര എന്ന സ്ഥലത്ത് 36.4 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തി. ഇത് ഇപ്പോൾ രേഖപ്പെടുത്തുന്ന താപനില സാധാരണ ഈ സമയത്ത് ലഭിക്കേണ്ട താപനിലയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ 70 ദിവസം, അതായത് കഴിഞ്ഞ ജനുവരി മുതൽ, അതായത് 2023 ആരംഭിച്ച ജനുവരി മുതൽ 70 ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ അതിൽ 67 ദിവസവും പ്രധാന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് കണ്ണൂർ, കോട്ടയം അടക്കമുള്ള സ്ഥലങ്ങളിൽ 67 ദിവസവും സാധാരണ ലഭിക്കേണ്ട ചൂടിനേക്കാൾ ഉയർന്ന ചൂടാണ് രേഖപ്പെടുത്തിയത്. എന്തായാലും ഹീറ്റ് ഇൻഡെക്സ് കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരുന്നു. ഹീറ്റ് ഇൻഡെക്സ് പ്രകാരമാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ 50 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ചൂട്, അതായത് താപനിലയല്ല, ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഹീറ്റ് ഇൻഡെക്സിൽ പറയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ കഴിഞ്ഞ ദിവസം സമാനമായ 50 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ചൂട് അനുഭവപ്പെട്ടു. ഇത്തരത്തിൽ ഹീറ്റ് ഇൻഡെക്സ് കണക്കാക്കുന്നത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന താപനിലയ്ക്കൊപ്പം ആ പ്രദേശത്തെ ആർദ്രത, ആപേക്ഷിക ആർദ്രത, അത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടി കണക്കാക്കിയാണ് അത്തരമൊരു കാൽക്കുലേഷനിലേക്ക് എത്തുന്നത്. എന്തായാലും ആ രീതിയിൽ കേരളത്തിൽ സാധാരണ ഒരുപക്ഷെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്ക് പ്രകാരമാണെങ്കിൽ അതിൽ ഈ 54 അല്ലെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസ് ഒന്നും കാണില്ല. പക്ഷേ ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടി താരതമ്യപ്പെടുത്തി ഒരു കണക്കിലേക്കാണ് ഈ ഹീറ്റ് ഇൻഡെക്സ് എന്ന രീതിയിലേക്ക് ദുരന്ത നിവാരണ അതോറിറ്റി എത്തിയത്. അതുകൊണ്ട് തന്നെ എന്തായാലും വരും ദിവസങ്ങളിലും സമാനമായി ചൂട് ഉയരും എന്ന് തന്നെയാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. സ്വാഭാവികമായി മുൻകരുതലുകൾ നേരത്തെ സ്വീകരിച്ചു തുടങ്ങണം. ഒരുപക്ഷെ ഫെബ്രുവരിയുടെ തുടക്കം മുതൽ സമാനമായ സാഹചര്യം കേരളത്തിലുണ്ടെങ്കിലും പകൽ സമയങ്ങളിലെ ഉച്ച സമയത്തുള്ള ചൂട് മാത്രമായിരുന്നു കൂടുതൽ. പക്ഷേ ഇതിപ്പോൾ രാവിലെയും രാത്രിയുമെല്ലാം സംസ്ഥാനത്ത് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഹ്യൂമിഡിറ്റി കൂടുന്നതിൻ്റെ തൊട്ടുന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ മുൻകരുതൽ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം, അതായത് സൂര്യപ്രകാശം ഏറ്റവും തീവ്രതയിൽ ലഭിക്കുന്ന സമയം, ആ സമയം പുറം ജോലികൾ, അതായത് പുറത്ത് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്ന രീതിയിൽ നിൽക്കുന്ന ജോലികൾ, ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന മറ്റ് ആവശ്യങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കണം. അത്തരത്തിൽ ഒഴിവാക്കാതെ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ കുടയടക്കം കയ്യിൽ കരുതിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശമാണ്. അപ്പം നിരന്തരമായി വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം. കാരണം ശരീരത്തിലെ വെള്ളം വളരെ പെട്ടെന്ന് വിയർപ്പിലൂടെയും മറ്റും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നും പറയുന്നു. ഇതുകൂടാതെ പല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഈ സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും നൽകുന്നുണ്ട്. എന്തായാലും കൊച്ചിയിൽ പുക കാരണമുള്ള ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തെ ആകെ ചൂട് അത് വലിയ രീതിയിൽ ഉയരുന്നത്. പ്രദീപ്. സബർവൻ